നമസ്കാരം. എല്ലാ പ്രിയ ഭക്തരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് വിനയപുരസരം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഭഗവത്ഗീതയുടെ ആനുകാലിക പ്രാധാന്യത്തെപ്പറ്റി പറയുകയുണ്ടായി. അതിന് കാരണമായത് ചതുശ്ലോകി ഭാഗവതമാണെന്നും അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നും സൂചിപ്പിച്ചിരുന്നു. ചതുശ്ലോകി ഭാഗവതമെന്ന് പറയുന്നത് നമ്മുടെ ഭാഗവതത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് തന്നെ പറയാം. കാരണം ശ്രീമദ് മഹാഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 9 32 മുതൽ 35 വരെയുള്ള 4 ശ്ലോകങ്ങളെ ചതുശ്ലോകി ഭാഗവതം എന്നറിയപ്പെടുന്നു. ഇത് ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിന് ഉപദേശിച്ചതാണ്. ഭാഗവതത്തിൻ്റെ 18,000 ശ്ലോകങ്ങളുടെ സത്ത ഈ 4 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ഇത് സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ നിലനിന്നിരുന്നതും മായയുടെ സ്വഭാവവും പരമസത്യം എന്താണെന്നുമുള്ള അറിവുകൾ നൽകുന്നു. ഈ ശ്ലോകങ്ങൾ പഠിക്കുന്നത് എല്ലാ അജ്ഞാനങ്ങളെയും നീക്കി യഥാർത്ഥ ജ്ഞാനം നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 4 ശ്ലോകങ്ങൾ ബ്രഹ്മാവ് നാരദനും നാരദൻ വേദവ്യാസനും കൈമാറുകയുണ്ടായി. ഒടുവിൽ വ്യാസൻ ഈ 4 ശ്ലോകങ്ങളെ വികസിപ്പിച്ച് വലിയ ഭാഗവത പുരാണം രചിച്ചു. അങ്ങനെ 32 മുതൽ 35 വരെയുള്ള 4 ശ്ലോകങ്ങളിൽ ഇന്ന് നാം 32ാമത്തെ ശ്ലോകം അഥവാ ചതുശ്ലോകി ഭാഗവതത്തിലെ 4 ശ്ലോകങ്ങളിൽ 1ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. അഹമേവ അസമേവാഗ്രേ നാന്യതത് സത് സത് പരം പശ്ചാത്തഹം യദേതച്ഛ യ അവശിഷ്യതേ സോ അസ്മ്യഹം. നമുക്ക് ഓരോ വരികളായിട്ട് നോക്കാം. അഹമേവ അസമേവാഗ്രേ. ഇവിടെ അഹം അതായത് ഞാൻ, അഹം ഏവ അസം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അഹമേവ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അഹമേവ അസമേവ അഗ്രേ. അഗ്രേ അതായത് ആദിയിൽ അല്ലെങ്കിൽ ആരംഭത്തിൽ ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ജീവജാലങ്ങൾ പിറവിയെടുക്കുന്നതിന് മുന്നേ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മറ്റ് സൃഷ്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ച് കൊടുക്കുകയാണ്. ന അന്യത് അന്യമായി ഒന്നുമില്ല, ഞാൻ മാത്രം ഉണ്ടായിരുന്നു. സത് സത് പരം സത്തോ അസത്തോ ആയി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാത്തിനും കാരണവും നാം തന്നെയാണ്. അതായത് ഇതിൻ്റെ സൃഷ്ടികർത്താവ് ഞാൻ തന്നെയാണ്, അതിന് കാരണഭൂതൻ ഞാൻ തന്നെയാകുന്നു. പശ്ചാത് അഹം അതിനുശേഷം യഥേച്ഛ യോ അവശിഷ്യതേ സോ അസ്മ്യഹം. യഥേച്ഛ അതായത് ഇതെല്ലാം കഴിഞ്ഞാലും യോ അവശിഷ്യതേ. ഇവിടെ യോ അവശിഷ്യതേ, ഇത് ഈ അവശിഷ്യത എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മലയാളം തന്നെയാണ്. നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും. അവശിഷ്യതേ അതായത് യാതൊന്നാണോ ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നത് അത് ഞാൻ മാത്രമാകും. അതായത് ഭഗവാൻ തന്നെയാണ് ഈ ലോകം പിറവിയെടുക്കുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നതും ഭഗവാൻ കാരണമാണ് ഈ ലോകത്ത് ജീവജാലങ്ങൾ ജീവൻ്റെ തുടിപ്പ് ഉണ്ടായതും ഇനി ഈ ലോകാവസാനം കഴിഞ്ഞാലും ഭഗവാൻ മാത്രമാവും ഇവിടെ അവശേഷിക്കുന്നത്. സോ അസ്മ്യഹം അതായത് അഹം ഞാൻ മാത്രമാവും അവശേഷിക്കുക. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ സൃഷ്ടിക്ക് മുൻപ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൃഷ്ടിക്ക് കാരണമായതും എന്നിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ നടന്ന സൃഷ്ടിയിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും കാരണമായ എൻ്റെ അംശം ഉൾക്കൊള്ളുന്നു. അതിനാൽ ഞാൻ തന്നെയാണ് വിശാലമായ ഈ പ്രപഞ്ചത്തിൽ പല രൂപങ്ങളിലായി പിറവികൊണ്ടിരിക്കുന്നത്. അങ്ങനെയിരിക്കെ ഈ പ്രപഞ്ചത്തിലെ എന്തിനെ ആര് വേദനിപ്പിച്ചാലും അത് എന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. എന്നിൽ നിന്നുണ്ടായി എന്നിൽ നിലനിന്ന് തിരികെ എന്നിലേക്ക് തന്നെ ലയിക്കുന്നു. നിങ്ങൾക്ക് ഈ 32ാം ശ്ലോകം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഭാഗവതം കയ്യിലുണ്ടെങ്കിൽ ഒന്നെടുത്ത് വായിച്ചു നോക്കുക. അടുത്ത എപ്പിസോഡിൽ 33-ാമത്തെ ശ്ലോകം നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഇന്ന് ഒരു ശ്ലോകം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് തുടർന്നുള്ള ശ്ലോകവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഒപ്പം ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ തീർച്ചയായും മാനിക്കുന്നതാണ്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.